എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു. കാറ്റത്ത് ചെടികളെല്ലാം ഇങ്ങനെ തലയാട്ടി നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണല്ലേ. പക്ഷേ അതികഠിനമായ വെയിലാണ് കേട്ടോ. അത് താങ്ങാനായിട്ട് അവർക്ക് പറ്റണേ ഇല്ല. പാവങ്ങൾ വലിയ കഷ്ടപ്പാടാണ്. എങ്കിലും ഉച്ച സമയത്തുള്ള കാറ്റിൽ അവരിങ്ങനെ തലയാട്ടി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ചെടിയുടെ പേരറിയുമോ? കണ്ടോ, ഇതിൽ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പൂവ് ഞാൻ കാണിച്ചിട്ടുണ്ടോ, റെഡ് കളറിൽ കനകാമ്പര പൂ പോലത്തെ ഒരു പൂവ്. നല്ല ഭംഗിയാട്ടോ. ഇതിൽ ധാരാളം മുട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ടതേ. കണ്ടോ, ചിലപ്പോൾ വേനൽക്കാലത്തായിരിക്കും ഇത് പൂക്കണത്, അതുകൊണ്ടായിരിക്കും. നേരത്തെ ഇതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാനായിട്ട്. വലിയ ചട്ടിയിലേക്ക് മാറ്റി നട്ട ചെത്തിയിലെല്ലാം നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ മുട്ടുകളെയൊക്കെ തിന്നാനായിട്ട് ചില പ്രാണികളും വന്നിട്ടുണ്ട്. അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. എന്നാൽ മാത്രമാണ് പ്രാണികളൊക്കെ പോവുള്ളൂ. നമ്മൾ തൈര് ചേർത്തൊരു മിശ്രിതം നേരത്തെ തളിച്ചു കൊടുക്കാറുണ്ട്, അത് ചെയ്യണം കേട്ടോ. അതിനിടയ്ക്കതാ ചെടിക്ക് വെച്ച് കൊടുത്ത ചകിരിയൊക്കെ കടിച്ചു പറിച്ച് തിന്നുന്നുണ്ട് ചിണ്ടൻകുഞ്ഞ്. ഞാൻ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഇവൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുമാണ് ചകിരി വെച്ച് കൊടുക്കുന്നത്. അപ്പം അതേ അവനതൊക്കെ കടിച്ചു പറിച്ച് തിന്നാൻ നോക്കണം. പിന്നെ ഞാനൊരു സന്തോഷ വാർത്ത കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 10,000 കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. 10,000 സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ ഫാമിലി വളർന്ന് വലുതായി. പിന്നെ എനിക്ക് പ്രൊഡക്റ്റൊക്കെ ടാഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ടത്. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുമ്പോൾ നമുക്കതിന് ചെറിയൊരു കമ്മീഷൻ കിട്ടും, വളരെ ചെറുത് കേട്ടോ. അത് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് അത് വാങ്ങിക്കണം കേട്ടോ, എന്നാൽ മാത്രമാണ് നമുക്കതിന് കമ്മീഷൻ കിട്ടുള്ളൂ. അങ്ങനെ ചെറിയൊരു രീതിയിൽ ഒരു 5 രൂപ 6 രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതും ഒരു സന്തോഷമാണ്. അങ്ങനെ ഒരാളെങ്കിലും ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യണത്. അതും വലിയ സന്തോഷം. പിന്നെ നമ്മുടെ എന്താ പറയുക, ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ അതിന് താഴെയായിട്ട് ജോയിൻ എന്നിങ്ങനെ ബ്ലൂ കളറിൽ എഴുതി വരും. നമ്മുടെ ആ ഡിസ്ക്രിപ്ഷൻ്റെ സൈഡിലായിട്ട് അവിടെയായിട്ട് വരും. അതായത് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി സന്തോഷമായിട്ട് കുറേ ഒരു ഗ്രൂപ്പ് പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിന് ചെറിയ എമൗണ്ട് 69. ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല, എന്നോട് വേറെ ആരോ പറഞ്ഞാണ്, എനിക്കിത് അറിയാൻ പറ്റില്ല, വേറെ ആരോ പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ, എല്ലാ ഓപ്ഷനും കിട്ടിയിട്ടുണ്ടല്ലോ, സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതെല്ലാവരും പിന്നെ ഹൈപ്പ് ചെയ്യാറുണ്ട് ചില. ഞാൻ പറയാണ്ട് തന്നെ ഹൈപ്പ് ചെയ്തു എന്ന് ലിജോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ പതിവായി കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ആളാണോ അതോ ആളല്ലേ എന്നൊന്നും അറിയില്ല. ചിലർക്ക് ഐഡിയ ഒക്കെ ചിലപ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെ ആണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ലിജോ ചേട്ടൻ എന്നാണ് പേര്. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് ഹൈപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ഹൈപ്പ് ചെയ്യണമെന്നൊന്നും പറയാറില്ല കേട്ടോ, അത് പറയാണ്ട് തന്നെ എനിക്ക് ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കുറേ നാളായിട്ട് ഈ ചെടി മാറ്റി നടണം എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ചെടി ഇന്ന് മാറ്റി നടാൻ പോവുകയാണ്. അതാണ് നിങ്ങളായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോണ കാര്യം കേട്ടോ. ബ്രസീലിയൻ കലാത്തിയ എന്നാണ് ഇതിൻ്റെ പേര്. വേറെ എന്തോ വായിക്കൊള്ളാത്തൊരു പേരും കൂടി ഉണ്ട്, അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ കണ്ടതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകുന്നുണ്ട്. ഇതിന് നല്ല കട്ടിയായിട്ടുള്ള മണ്ണായിട്ടാണ് കേട്ടോ അതിരിക്കുന്നത്. ഇപ്പോൾ കുറേ നാളുകളായിട്ടുണ്ട് മാറ്റിയിട്ടില്ല. പുതിയ പൂവൊക്കെ വരുന്നുണ്ട്, എങ്കിലും ധാരാളം പൂക്കളുണ്ടായിരുന്നു. 10-20 പൂവൊക്കെ ഒരുമിച്ചുണ്ടായി നിൽക്കുന്ന ചെടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ മാറ്റി നടണത്, ഇതുപോലെ ഏത് ചെടിയാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് മണ്ണിലേക്ക് മാറ്റി നടേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്ക് കള്ളിമുൾ ചെടികൾ ഇഷ്ടമാണോ? ആർക്കും ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ആരും അങ്ങനെ കാണാറില്ല കേട്ടോ. ഞാനും ഇവരെ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് അവരങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് മാറ്റി നടണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എല്ലാം പോയി. ഇതായിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, മാറാലയൊക്കെ പിടിച്ചിരിക്കുകയാണ്, ആരും നോക്കാണ്ട്. ഇവരെയൊക്കെ ഒന്ന് മാറ്റി നടണം എന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നീട്. ഇന്നലെ ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വൃത്തിയാക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലേ കാണാൻ. വീണ്ടും ഇത് എന്താ പറയുക, എലികളൊക്കെ കയറി വന്ന് ഇവിടെയൊക്കെ നശിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് വീണ്ടും വൃത്തികേടാവും. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ കാണാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കണം എന്നൊക്കെ ശോഭ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചെടി കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാറി മാറി ഇരിക്കുന്ന ചെടികളുണ്ട് കേട്ടോ. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കൊക്കോപ്പിറ്റ് ഞാൻ അങ്ങനെ കഴുകി, കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, കൊക്കോപ്പിറ്റൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി നല്ല പുളിപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബക്കറ്റിലും പിന്നെ വേറൊരു ചെടിച്ചട്ടിയിലും കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ ചെടി നടാനുള്ള മണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ, ഈ കളറിൽ കിടക്കുന്നത്. ഇത് സാഫാണ് കേട്ടോ. ഏത് ചെടി നടുമ്പോഴും നമ്മൾ സാഫ് ചേർക്കണം. പിന്നെ കട്ടി പിടിച്ച മണ്ണിൽ നടരുത് കേട്ടോ. മണ്ണ്, മണൽ, സാഫ്, അല്ലെങ്കിൽ കൊക്കോപ്പിറ്റ്, മണ്ണ്, സാഫ്.
അങ്ങനെ ഇളകിയിരിക്കണം മണ്ണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആ ചെടി ഒന്ന് താഴത്തേക്ക് എടുത്ത് വെക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. അതിന് പ്രേം ചേട്ടൻ കിടന്ന് ഉറങ്ങുകയാണ്. ഉച്ചയ്ക്കാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആൾ എഴുന്നേറ്റ് വന്നതിന് ശേഷം മാത്രം. അപ്പോഴേക്കൊന്ന് വൈകുന്നേരം ആവട്ടെ, അല്ലാതെ ഒന്ന് ഉച്ച സമയത്തൊന്നും അങ്ങനെ, ഉച്ചയല്ല കേട്ടോ, 3-3:30 ആയിട്ടുണ്ട്. ഉച്ച സമയത്ത് അങ്ങനെ ചെടി നടണം അത്ര നല്ലതല്ലല്ലോ. ഒന്ന് വെയിലൊക്കെ ഒന്ന് താഴട്ടെ, എന്നിട്ട് നടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്യാമെന്ന് ഞാൻ പറയണില്ലേ, പറയാണ്ട് തന്നെയൊക്കെ ചെയ്യണുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ലിജോ ചേട്ടൻ ഒരിക്കൽ കൂടി വളരെ വളരെ സ്നേഹവും എല്ലാം അറിയിക്കുകയാണ് കേട്ടോ. നന്ദി പറയണില്ല, സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. 2 ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കരിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹോളുള്ള ചട്ടിയാണ് കേട്ടോ, കുറേ വലിയ വലിയ ഹോളുള്ള ചട്ടിയാണ്. എപ്പോഴും ചട്ടി എടുക്കുമ്പോൾ വലിയ ഹോളുള്ള ചട്ടി വേണം എടുക്കാനായിട്ട്. വെള്ളം നന്നായിട്ട് വാർന്നു പോകണം കേട്ടോ, ഏത് ചെടിയിൽ നിന്നാണെങ്കിലും. അപ്പോൾ 2 ചട്ടി, അതിൽ തൈകളുണ്ടാവുമല്ലോ, 2-3 നടാം. അപ്പോൾ 2 നടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പ്രയോജനം എഴുന്നേക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അത്രേ രക്ഷയുള്ളൂ. ഒറ്റയ്ക്ക് പൊക്കി വെച്ചാലേ കൈ ഉളുങ്ങും, കൈ പിന്നെ വയ്യാണ്ടാവും, പിന്നെ ഒരു ചെടിയും നോക്കാൻ പറ്റാണ്ടാവും. പിന്നെ ചിണ്ടകുഞ്ഞ് എന്തൊക്കെ കുരുത്തക്കേട് അവിടെ കാണിക്കണേന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഞാനുണ്ടോ അതേ അതിനകത്ത് വെച്ച് ചകിരിയെല്ലാം വലിച്ച് താഴെയിട്ട് അത് കടിച്ച് പറിച്ചതേ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചിണ്ട അതിൻ്റെ മേത്തൊക്കെ അഴുക്കാവും. ഇവിടെ വന്നേടാ, ഡാ നീ കയറി അതിൽ മൂത്രം ഒഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചകിരിയൊക്കെ വെച്ചിങ്ങനെ മല പോലെ ആക്കി വെച്ചേക്കണേ. അപ്പോൾ അവനതൊക്കെ എടുത്ത് കളയണു. എൻ്റെ കുട്ടി, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. നീ നോക്ക്, എല്ലാവരും കാണട്ടെ കുറുമ്പ്. ഇവിടെ നോക്കടാ, ഡാ ഈ മേത്ത് എന്തൊക്കെയോ പറ്റിപ്പിടിച്ചിരിക്കണ്ടേ, അതൊക്കെ എടുത്ത് കളയട്ടെ. താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അതിലിതുപോലെ ചെറിയ താമരപ്പൂ, ആമ്പൽപ്പൂക്കൾ പോലത്തെ പൂക്കളുണ്ടാവും. താമരയല്ല കേട്ടോ, ആമ്പൽ പൂക്കളുണ്ടാവും. ബ്രസീലിയൻ കലാത്തിയ എന്നാണ്. പിന്നെ വേറെന്തോ ഒരു പേരുണ്ട്, ഞാൻ പറഞ്ഞില്ലേ വായിക്കൊള്ളാത്തൊരു പേര്. അത് അറിയുന്നവരുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം, ഇതൊക്കെ കളയണം, ഇതെല്ലാം വെട്ടിക്കളയണം, ഉണങ്ങിയ ഇലകളൊക്കെ വെട്ടിക്കളയണം. അതിന് ശേഷം നമുക്കെടുത്തത് നേരത്തെ കാണിച്ച ചട്ടിയിലേക്ക് നട്ടു കൊടുക്കണം. അതിനിടയ്ക്ക് ഇതിനിടയിൽ കൂടെ കണ്ടോ വേറൊരു ചെടി മുളച്ച് വന്നേക്കണം. കണ്ടോ, ഈ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയുണ്ട്. നമ്മുടെ കാട്ടിലൊക്കെ വളരുന്നൊരു ചെടിയാണ്, പക്ഷെ നല്ല ഭംഗിയാണ് പൂക്കൾ. അതിവിടെ ഉണ്ട്. അതിൻ്റെ അതിൻ്റെ ചെടി ഇതിലേക്ക് വീണിട്ട് മുളച്ചു. ഈ ചെടിയാണത്. ഞാനപ്പോൾ ഇതെല്ലാം ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതെല്ലാം കളഞ്ഞ് റെഡിയാക്കട്ടെ, എന്നിട്ട് എങ്ങനെയാണ് നടണതെന്ന് കാണിച്ചു തരാം. ചട്ടിയിൽ നിന്ന് എടുത്തപ്പോൾ നേരെ അതിൻ്റെ വേരും എല്ലാം കൂടിയായിട്ട് ഇങ്ങനെ അങ്ങ് പോന്നിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ നാളായിട്ട് ചട്ടിയിൽ നിൽക്കണോണ്ട് ഇങ്ങനെ ഇരിക്കും, വേരെല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും. ഒരുവിധം ഉണങ്ങിയ ഇലകളും ആ പൂവിൻ്റെ തണ്ടുകളും എല്ലാം പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇത് ഒരെണ്ണം, ഒരു 2-3 ഒരു ചട്ടിയിലും 2 വേറെയിലേക്കും ആക്കി വെക്കാൻ പോകും. ഇപ്പോൾ കുറേ തൈകളാക്കി വേണമെങ്കിൽ മാറ്റാട്ടോ, അത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ചട്ടികൾ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണില്ല. നോക്കട്ടെ, 2 ചട്ടിയിലേക്കായിട്ടേ മാറ്റണുള്ളൂ എന്തായാലും. അപ്പോൾ പിന്നെ ഇനി വേരിനൊക്കെ നല്ലൊരു ഇളക്കമൊക്കെ വരും, ഇനി നന്നായിട്ട് വളരും കേട്ടോ. ഏത് ചെടിയാണെങ്കിലും കുറേ നാൾ ഇങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ വെക്കാണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അധികം പൂക്കളൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ ഇലകളൊക്കെ മുരടിച്ച് കരിഞ്ഞൊക്കെ നിൽക്കും. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഈ ചെടിക്ക് വെള്ളം വേണം കേട്ടോ. വെള്ളം അങ്ങനെ ഒഴിക്കാണ്ടിരിക്കരുത്. എന്ന് വെച്ചാൽ ഓവറായിട്ടല്ല, ആവശ്യത്തിന് വെള്ളം വേണം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് വാടിപ്പോവും. ഇത് ഷെയ്ഡിൽ വേണം വെക്കാനായിട്ട്, കഠിനമായി വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ കുറച്ച് വെയിൽ കിട്ടുകയും വേണം, എന്നാൽ കഠിനമായി വെയിൽ വേണ്ടേനും, അങ്ങനെയുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. ചട്ടിയിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് തൈ പതുക്കെ വേരധികം പൊട്ടിപ്പോവാതെ എടുത്തതിന് ശേഷം നട്ടു കൊടുക്കാം. അങ്ങനെ 2 ചെടികളും മാറ്റി നട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ചട്ടിയാണ് കേട്ടോ, ഒരു വലിയ ചട്ടിയിലേക്കാണ് നട്ടേക്കണത്. ഇനിയിപ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും. ഒരു 2 മാത്രം എടുത്തിട്ട് ഒരു ചെറിയ ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം പോയാലും ഒരെണ്ണം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ കിട്ടിയ പൂച്ചെടി വേറൊരു ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ട്. ഇതിനെല്ലാം നടാൻ സഹായിച്ച ഒരാൾ ഇതാ വിശ്രമിക്കുന്നു. വിഷമിച്ചു, ബുദ്ധിമുട്ടിപ്പോയി കൊച്ച്. ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ ഈ ചെടിയൊക്കെ നടാനായിട്ട്. ഇനിയിപ്പോൾ നശിപ്പിക്കാൻ നോക്കണം. കുഞ്ഞാ അടിയിട്ടും ഇത്രയും ചെടിയൊക്കെ ഞാൻ നട്ടില്ല, ഇനി കുറച്ച് പറിച്ച് കളയട്ടെ എന്നാണ് അവൻ പറയണത്. ചിണ്ട അടി ഇട്ടു കേട്ടോ.
പിന്നെ അധികം നേരം ഞാനിവിടെ നിന്ന് സംസാരിച്ചാണ്ടല്ലോ ഈ ചെടികൾ വീണ്ടും നശിപ്പിക്കും. അതുകൊണ്ടത് നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് എന്നെ മാറ്റി വയ്ക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇല്ല അതെ ഇപ്പോൾ ചെടി അല്ല അപ്പോഴേക്കും ചായ കുടിക്കുമ്പോഴേക്കും വെച്ചാൽ അവൻ നശിപ്പിക്കും. ഞാൻ പ്രേംചേട്ടനോട് പറയുമായിരുന്നു ഈ ചെടി അതേ സ്ഥാനത്തേക്ക് തിരിച്ചു വയ്ക്കാൻ, അല്ലെങ്കിൽ അവൻ ഈ ഇലകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കണ കാണുമ്പോഴേ അത് നശിപ്പിക്കും. അതാണ് അതിനിടയ്ക്ക് കൂടെ സംസാരം ഉണ്ടായത് കേട്ടോ. അപ്പോൾ വീണ്ടും അതേ സ്ഥാനത്തേക്ക് തന്നെ വെക്കാൻ പോവുകയാണ്. ഇനി ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവും, അപ്പോൾ കാണിച്ചു തരാം. ഒരു ചെറിയ പൂവുണ്ട്, കുറേ പൂവുണ്ടായിരുന്ന ചെടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനി ചെടികളൊക്കെ നടുമ്പോൾ ഇതുപോലെ കുറേ നാളിങ്ങനെ ഒരു ചട്ടി തന്നെ വെക്കാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി നടുക, മണ്ണുകളൊക്കെ മാറ്റി കൊടുക്കുക, അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് ഇളകട്ടെ എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.